അഖിലാണ്ടകോടി ബ്രഹ്മാണ്ഡ നായകനായ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാമി സവിധത്തിന്റെ ഇന്നത്തെ അധ്യായം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള യാത്രയിൽ നീലിമല കയറ്റം കഴിഞ്ഞാൽ ശബരിപീഠം കാണാം. ശബരി തപസ്സനുഷ്ഠിച്ചിരുന്ന ഇടമാണ് ശബരിപീഠം. ആദികാവ്യമായ രാമായണത്തിൽ അതിമനോഹരമായ വർണ്ണനകളുണ്ട് ശബരിയെക്കുറിച്ച്. ഉത്തര ഭാരതത്തിലെ കാശിയും ഗംഗാനദിയും പോലെ ദക്ഷിണ ഭാരതത്തിൽ ലോക പ്രശസ്തി നേടിയ പുണ്യസ്ഥലമാണ് ശബരിമലയും പമ്പയും. പുരാണ ദൃഷ്ട്യാ നോക്കിയാൽ രാമായണ കാലം മുതൽക്കു തന്നെ പമ്പാ നദിയും ശബരീപീഠവും തീർത്ഥാടന കേന്ദ്രങ്ങളായിരുന്നു. മാതംഗ മഹർഷിയുടെ അരുമ ശിഷ്യയാണ് ശബരി. തൻ്റെ കാലശേഷം ആശ്രമ ചുമതല ശബരിയെ ഏൽപ്പിക്കാൻ മഹർഷി തീരുമാനിച്ചു. ശ്രീരാമദർശനം ലഭിക്കും എന്ന വരവും കൊടുത്തു. മഹർഷി സമാധിയായതിനു ശേഷം ശബരി ശ്രീരാമചന്ദ്രനെ സൽഗുണ ചിത്തയായി ധ്യാനിച്ചുകൊണ്ടിരുന്നു. ശബരി തപസ് ചെയ്ത സ്ഥലം ശബരീപീഠം എന്നറിയപ്പെട്ടു. മാതംഗ ആശ്രമം ശബരി ആശ്രമമായി മാറി. ദേഹത്യാഗം ചെയ്ത ശബരിക്ക് ശ്രീരാമനെ നിർഗുണ ബ്രഹ്മമായി കാണാൻ കഴിഞ്ഞില്ല. മോക്ഷം പ്രാപ്യമാകാതെ കലിയുഗവരദനായ അയ്യപ്പൻ്റെ അനുഗ്രഹത്തിനും മോക്ഷപ്രാപ്തിക്കുമായി വീണ്ടും യജ്ഞം ചെയ്തു. ത്രിമൂർത്തികൾ ശബരിയുടെ വൃത്താന്തം മണികണ്ഠനെ ധരിപ്പിച്ചിരുന്നു. അയ്യപ്പൻ്റെ ആഗമനവും കാത്ത് ശബരി യുഗങ്ങളോളം ശബരീപീഠത്തിൽ ആത്മീയ തപസ്സനുഷ്ഠിച്ചു. സ്വാമി അയ്യപ്പനും ശബരിയും തമ്മിലുള്ള ആത്മബന്ധം ശ്രീമദ് അയ്യപ്പ ഗീതയിൽ വർണ്ണിച്ചിട്ടുണ്ട്. അയ്യപ്പൻ ശബരിക്ക് ഉപദേശവും മോക്ഷവും നൽകിയത് ശബരീപീഠത്തിൽ വെച്ചാണ്. മോക്ഷാഗ്നിയാണ് പിന്നീട് ഭസ്മക്കുളമായി ഇന്നും പ്രശോഭിക്കുന്നത്. പരിപാവനമായ ഈ പുണ്യദേശം കലിയുഗ താരക ബ്രഹ്മം അയ്യപ്പൻ തൻ്റെ തപോഭൂമിയായി സ്വീകരിച്ചു. മാത്രമല്ല, ഈ പുണ്യസ്ഥലം ശബരിയുടെ നാമത്തിൽ തന്നെ അറിയപ്പെടട്ടെ എന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്തു. ശബരിപീഠത്തിനും സന്നിധാനത്തിനും ഇടയിലാണ് ശരം കുത്തിയാൽ. അയ്യപ്പനും സംഘവും ധർമ്മയുദ്ധത്തിന് ശേഷം ആയുധങ്ങൾ ശരം കുത്തിയാലിൽ ഉപേക്ഷിച്ചു എന്നാണ് ഐതിഹ്യം. കന്നിയയ്യപ്പന്മാർ എരുമേലിയിൽ നിന്നും കൊണ്ടുവരുന്ന ശരക്കോലുകൾ ശരം കുത്തിയിൽ നിക്ഷേപിക്കുന്നു. ശബരിപീഠത്തിൽ വന്നിച്ച് യാത്ര തുടരുന്ന അയ്യപ്പന്മാർ ശരം കുത്തിയാലിനു സമീപം എത്തുകയും നാളികേരമെറിഞ്ഞ് കർപ്പൂര ആരാധന നടത്തുകയും ചെയ്യുന്നു. സ്ഥൂല ശരീരാഭിമാനം അത്ര പെട്ടെന്ന് ഒരു മനുഷ്യനെ വിട്ടുപിരിയുകയില്ല. അത് ഉപേക്ഷിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് നാളികേരം എറിയുന്നത്. ശുദ്ധമായ കർപ്പൂരം കത്തിക്കഴിഞ്ഞാൽ മറ്റൊന്നും ശേഷിക്കുന്നില്ല.
അതുപോലെ അന്ധകരണത്തിൽ വിഷയങ്ങൾ ഒഴിഞ്ഞാൽ പിന്നെ ജീവഭാവത്തിന് നിലനിൽപ്പില്ല. അങ്ങനെ ജീവഭാവം ഒഴിഞ്ഞ് മുക്തി കൈവരിക്കുകയാണ് അയ്യപ്പന്മാരുടെ ലക്ഷ്യം. എരുമേലിയിൽ നിന്നും ശേഖരിച്ച ശരം അയ്യപ്പന്മാർ ശരം കുത്തിയാലിൽ നിക്ഷേപിക്കുന്നു. സർവകർമ്മ സങ്കല്പങ്ങളിൽ നിന്നും മുക്തി കൈവരിക്കേണ്ടതിൻ്റെ ആവശ്യത്തെ കാട്ടുന്നതാണ് ഇത്. ബാഹ്യമായും ആന്തരികമായും ജീവിത യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ യുദ്ധം അവസാനിപ്പിക്കണം. ഇന്ദ്രിയ മനോബുദ്ധികളുടെ അഷ്ടരാഗങ്ങളുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുക തന്നെ വേണം. ജീവന് മുക്തി കൈവരണം. അതിൻ്റെ പ്രതീകമാണ് ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി ശരം കുത്തിയാലിലെത്തുന്ന അയ്യപ്പന്മാർ ഇവിടെ ശരം നിക്ഷേപിക്കുന്നത്. അയ്യപ്പസ്വാമിയുടെ അതീവ രഹസ്യ സ്വഭാവമുള്ള ആരൂഢമാണ് മണിമണ്ഡപം. 12 വർഷം രാജകുമാരനായി കഴിഞ്ഞ ശേഷം കൊട്ടാരം വിട്ട അയ്യപ്പൻ കലിയുഗ തപസ്സനുഷ്ഠിച്ച പുണ്യസ്ഥാനമാണ് മണിമണ്ഡപം. ആ കലിയുഗ തപസ്സിൻ്റെ പരിണാമമാണ് ജടാധാരിയായ ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീ സ്വാമി അയ്യപ്പൻ. മകരസംക്രമസന്ധിയിൽ അയ്യപ്പ ചൈതന്യം ധർമ്മശാസ്താവിൽ ലയിച്ചതിനു ശേഷം സ്വാമി ജീവൽ സമാധിയായത് മണിമണ്ഡപത്തിലാണ് എന്ന് അനുമാനം. മകരവിളക്ക് ദിവസം മുതൽ 6 ദിവസം മാത്രമാണ് മണിമണ്ഡപത്തിൽ പൂജകൾ നടക്കുന്നത്. കുന്നേക്കാട്ട് കുറുപ്പന്മാരാണ് പൂജയുടെ അവകാശികൾ. മണിമണ്ഡപത്തിനകത്ത് 5 ദിവസം പന്തളം കുടുംബത്തിൻ്റെ മേൽനോട്ടത്തിൽ കളമെഴുത്തും പാട്ടും നടക്കുന്നു. ഓരോ ദിവസവും അയ്യപ്പൻ്റെ വ്യത്യസ്ത രൂപങ്ങളാണ് കളമെഴുതുന്നത്. അതിനുശേഷം 18-ാം പടി വലം വെച്ച് എഴുന്നള്ളിപ്പും നടക്കുന്നു. അഞ്ചാം ദിവസം മണിമണ്ഡപത്തിൽ നിന്ന് ശരം കുത്തി വരെ വാദ്യഘോഷത്തോടെ ആനപ്പുറത്ത് എഴുന്നള്ളത്ത് നടക്കുന്നു. ഭഗവാന്റെ മകരവിളക്ക് സമാപിച്ച വിവരം ശിവഭൂതഗണങ്ങളെ അറിയിച്ച് വാദ്യങ്ങളില്ലാതെ സന്നിധാനത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. 6-ാം ദിവസം മാളികപ്പുറത്ത് ഗുരുതി നടക്കുന്നതോടെ മകരവിളക്കിന് സമാപനമാകുന്നു. 18 മലകളുടെ അധിപതിയായ ഭദ്രകാളിയെ പ്രീതിപ്പെടുത്തുന്നതിനാണ് ഗുരുതി പൂജ. മകരവിളക്ക് കഴിഞ്ഞ് 5 ദിവസം ഭക്തർക്ക് ദർശനം ലഭിക്കും. തിരുവാഭരണം ചാർത്തി പന്തളം രാജപ്രതിനിധിക്ക് മാത്രം ദർശനം അനുവദിക്കുന്ന അവസരത്തിൽ ഭസ്മാഭിഷിക്തനായി യോഗദണ്ഡും രുദ്രാക്ഷവും അണിയിച്ച് ഭഗവാൻ യോഗ നിദ്രയിലാകുമ്പോൾ നടയടയ്ക്കുന്നു. കലിയുഗനാഥനായ സ്വാമി അയ്യപ്പൻ്റെ പാതാരവിന്ദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഇന്നത്തെ സ്വാമി സവിധം പൂർണ്ണമാകുന്നു. സ്വാമി ശരണം.